ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയും അതേപോലെ തന്നെ പൗലോസും കൂടി ഭയങ്കര വഴക്കാ. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഇത് എൻ്റെ കിച്ചനാണ്, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, അതിൽ കുട്ടി കിടന്ന് ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അലീനയും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല. അപ്പം അലീനയും സംസാരിക്കുകയാണ്, അതെ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ പെരുമാറണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാൻ പറയുന്നത് പോലെ കേൾക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് കേൾക്ക്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ പൗലേസേട്ടൻ ഇവിടെ ഒന്ന് പുറത്താകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ കുട്ടിച്ചായം വരുന്നത്. അപ്പോൾ കുട്ടിച്ചായം ചോദിക്കണം, എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന പറയണേ, വല്യച്ഛ ഇത് കണ്ട വല്യച്ഛ, ഇതേ കിടന്ന് പെരുമാറുന്നത് കണ്ടില്ലേ, ഞാനിവിടെ ഓരോ കാര്യങ്ങളും ചോദ്യം ചെയ്യാൻ നേരത്ത് ഇവൻ എന്നോട് മെക്കിട്ട് കയറുക, ഭക്ഷണങ്ങൾ വേസ്റ്റ് ആക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്നോട് മെക്കിട്ട് കയറുകയാണ് വല്യപ്പച്ച എന്നിങ്ങനെ പറയുകയാണ്. മോളെ അലീനെ, എനിക്ക് മോളോട് വേറൊരു കാര്യം പറയാനുണ്ട്. എടാ, മോള് പറയുന്നത് കേട്ടില്ലേ, കേട്ടങ്ങോട്ട് ജീവിച്ചാൽ എന്താ നിനക്ക് കുഴപ്പം, പറയുന്നത് പോലെ അങ്ങോട്ട് ചെയ്താൽ മതി എന്നും കുട്ടിച്ചായം പറഞ്ഞിട്ട് അലീനയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്താ വല്യപ്പച്ചന് എന്താ എന്നോട് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. എന്തിനാ മോളെ അവരോടൊക്കെ പോയി വഴക്കിടാനായിട്ട് പോകുന്നത്, അത് വളരെ മോശമായ കാര്യമല്ലേ. അത് നല്ലതല്ല. കാരണം ഇവിടുത്തെ സർവൻറ്റുകളാണ് അവരോടൊക്കെ ഇങ്ങനെ പോയി സംസാരിച്ച് കഴിഞ്ഞ് നമുക്കില്ല നാണക്കേട്. വല്യപ്പച്ച, എനിക്കങ്ങനെ ഒരു നാണക്കേടും ഇല്ല വല്യപ്പച്ച, പക്ഷേ അടുക്കളയിൽ നടക്കുന്നതേ അഴിമതിയാണ്. അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണോ? അയ്യോ മോൾ, അടുക്കളയിൽ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ. എൻ്റെ വല്യപ്പച്ച, അടുക്കളയിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പലയിടത്തും എന്തൊക്കെയായിരിക്കും നടക്കുന്നുണ്ടാവോ? മോള് പറഞ്ഞു വരുന്നത് എന്താ, ഓഫീസിലും എസ്റ്റേറ്റിലൊക്കെയാണോ? അത് തന്നെയാണ്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാവരും കട്ടും പിടിച്ചുകൊണ്ട് പോകും വല്യപ്പച്ച. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? അയ്യോ, അത് മോള് പറഞ്ഞ സത്യം തന്നെയാണ്. എങ്കിൽ പിന്നെ എനിക്ക് എൻ്റെതായ ചോദ്യങ്ങളൊക്കെ ഉണ്ട് വല്യപ്പച്ച, അതിന് എനിക്ക് എൻ്റെതായ വഴി വിടണം. ഇതൊക്കെ കിട്ടുമ്പോഴേക്കും ശരി മോൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അതാണ് വല്യപ്പച്ച, ഒറ്റണത്തിനെ അഴിമതി കാണിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, ഞാൻ ഉള്ളിടത്തോളം കാലം സമ്മതിക്കില്ല എന്നൊക്കെ ഇവിടെ പറയുകയാണ്. പക്ഷേ അടുക്കളയിൽ ഒരു കൂട്ടം ജോലിക്കാർ വന്ന് ഇങ്ങനെ പറയാണ്. അപ്പം പൗലോസ് പറയുന്നുണ്ട്, ഇല്ലടാ ഞാൻ അവളെ വെറുതെ വിടില്ല. ഞാൻ ഭരിക്കുന്ന അടുക്കളയിൽ കയറി അവൾ എന്നെ ഭരിക്കുന്നു, അതൊന്നും ഞാൻ സമ്മതിക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല, അതിനെ ഞാൻ സമ്മതിച്ച് കൊടുക്കത്തുമില്ല. പറഞ്ഞു മനസ്സിലായല്ലോ? ഇതേ എൻ്റെ അടുക്കളയാണ്. ദേ പൗലോസേട്ടാ, വേണ്ട പൗലോസേട്ടാ, കാരണം അവള് സാറിൻ്റെ മകളാ. അവളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജോലി തെറിക്കും. എന്ത് ജോലി തെറിക്കാനായിട്ട്, സാറിൻ്റെ മകളാണ് പോലും, കേണൽ സാറിൻ്റെ മകളാണെന്ന് പറഞ്ഞറിവല്ലേ ഉള്ളൂ. ഇത് വേറെ ഏതോ ബന്ധങ്ങളൊക്കെ ആണല്ലോ, അതൊന്നും നമുക്കത്ര വകവെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവളേത് ഓർഫണേജിലോ വേറെ എവിടെയൊക്കെ താമസിച്ചിട്ട് വന്നവളാ, ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുള്ളൂ. ഈ അടുക്കളയിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതിന് ഞാൻ ആരെയും സമ്മതിക്കത്തുമില്ല. പൗലോസേട്ടാ, വേണ്ട പൗലോസേട്ടാ, പ്രശ്നത്തിന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്ത് വേണമെന്ന് എനിക്കറിയാടാ. അവൾ ഇനി ഇവിടെ ഉണ്ടാവില്ലല്ലോ, അവളെ അടുക്കള ഭരണം ഞാൻ അവളെ നിർത്തി കൊടുക്കും എന്നും പറഞ്ഞ പൗലോസ് ഭയങ്കര തീരുമാനത്തിൽ തന്നെയാണ്. അങ്ങനെ പിന്നീട് പൗലോസ് ഈ നമ്മുടെ ഇതിനെയും കാത്തുകൊണ്ട് നിൽക്കുകയാണ്, സ്റ്റാലിനെയും കാത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാലിൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും പൗലോസ് ഇങ്ങനെ സ്റ്റാലിനെ നോക്കി വളരെയേറെ ദുഃഖത്തോടു കൂടി തന്നെ, എന്താണ് പൗലോസേ, എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? എനിക്കൊരു സങ്കടം പറയാനുണ്ട് കേണൽ സാറേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും, സങ്കടോ? പൗലോസ് സന്തോഷവാനല്ലേ, പിന്നെന്തിനാ സങ്കടം പറയാനായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്? അതിൻ്റെ കാര്യമുണ്ട് പൗലോസേ. ഇത്രയും നാള് ഞാൻ സന്തോഷവാനായിരുന്നു കേണൽ സാറേ, പക്ഷേ ഇപ്പം ഞാൻ സന്തോഷവാനല്ല, ഭയങ്കര ദുഃഖമാണ് എനിക്ക്. അതെന്താ കാര്യം? അതായത് സാറിൻ്റെ മകളില്ലേ അലീന, ആ സാറിൻ്റെ മകള് അടുക്കളയിൽ വന്ന് എന്നെ ഒരുപാട് ചീത്ത പറയുന്നു. ഇത് കിട്ടിയപ്പോഴേക്കും ചീത്ത പറയുന്നെന്നോ? അവിടെ വന്ന് എന്നെ ഭരിക്കുകയാണെന്നേ, അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല. അലീന അങ്ങനെ പറഞ്ഞോ? ഞാൻ എന്തിനാണ് നുണ പറയുന്നത്? ഇത്രയും വർഷങ്ങളായില്ലേ ഞാനിവിടെ ജോലി ചെയ്യുന്നു, എന്തെങ്കിലും ഇതുവരെ കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ടോ സാറേ? ഇല്ലല്ലോ. ഇന്നിപ്പോൾ ഞാനാണെങ്കിൽ ചെറിയ വേസ്റ്റ് പച്ചക്കറികളൊക്കെ എടുത്ത് കളയും. അതായത് ചീഞ്ഞ തക്കാളി,
അതായത് അഴുകി തുടങ്ങിയ ക്യാരറ്റ്, പിന്നെ ചുമപ്പ് നിറം വന്ന ഉരുളക്കിഴങ്ങ്, അങ്ങനെതായ പച്ചക്കറികളെല്ലാം നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ എടുത്ത് ഞാൻ വേസ്റ്റ് ബോക്സിലിടും. എന്നിട്ട് ഈ സാറിൻ്റെ മോള് വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് പറയുകയാണ്, ഇതെന്തിനാണ് ഇത്രയും വേസ്റ്റ് കളയുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ഓരോ തർക്കങ്ങളാണ് എൻ്റെ കേണൽ സാറേ. അതുമാത്രമല്ല, മീനിൻ്റെ തല വെട്ടിക്കളയാൻ പാടില്ല, വാല് വെട്ടിക്കളയാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഭക്ഷണങ്ങളൊന്നും വേസ്റ്റാക്കി കളയാൻ പാടില്ലത്രേ. സാറ് തിന്ന ഭക്ഷണങ്ങളില്ലേ, അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഞാനെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിടും. അപ്പം പറയാ, ഈ വേസ്റ്റൊക്കെ എന്തിനാ ഇതിലിട്ടേക്കുന്നത്, അതെല്ലാം പട്ടിക്ക് കൊടുത്തൂടെയെന്ന്. അങ്ങനെയൊക്കെയാണ് കേണൽ സാറേ എന്നോട് പറയുന്നത്. ഇതൊക്കെ നല്ല കാര്യമാണോ? അങ്ങനെ പറയാറുണ്ടോ? ഞാൻ പറഞ്ഞ സത്യമാ, അങ്ങനെയൊക്കെ പറയാറുണ്ടെന്നേ. ഇതൊക്കെ പറഞ്ഞ് ആകെ എന്നെ വളരെ മോശക്കാരനാക്കിയിരിക്കുകയാണ് കേണൽ സാറിൻ്റെ മകള്. ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, എന്നെ ഇവിടെ നിന്ന് പിരിച്ചു വിട്ടോ, ഞാൻ പൊയ്ക്കോളാം ഇവിടെ നിന്ന്. ഇത് കഴിഞ്ഞപ്പോഴേക്കും പൗലോസിന് ഇവിടെ എന്ത് കുറവുണ്ടായിട്ടാണ്? എനിക്ക് ഇവിടെ ഒരു കുറവുമില്ല എൻ്റെ സാറേ. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യസന്ധമായി ജോലി ചെയ്യുന്ന എനിക്ക് എങ്ങനെ ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ലല്ലോ. സാറ് പറഞ്ഞാൽ മതി, ഞാൻ പൊയ്ക്കോളാം. എനിക്കിതല്ലെങ്കിൽ വേറെ ജോലി ഇഷ്ടം പോലെ കിട്ടും. കാരണം എനിക്ക് അടുക്കളപ്പണി നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ഏത് വീട്ടിൽ പോയാലും എനിക്ക് ജോലി കിട്ടും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, പേടിക്കണ്ട, ഞാൻ അലീനയോട് സംസാരിച്ചോളാം. ഇനി അവള് അടുക്കള ഭരണത്തിന് വേണ്ടി വരില്ല. എന്താ, അതുപോരെ? സാറേ, അത് മതി സാറേ. എനിക്കറിയാമല്ലോ സാറേ, അടുക്കളയിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമല്ലോ. സാറിനും നല്ല രീതിയിൽ തന്നെയല്ലേ ഞാൻ ഭക്ഷണം വിളമ്പി തന്നിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതൊന്നും കുഴപ്പമില്ല, ശരി, ഞാൻ ഏതായാലും അലീനയോട് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ സ്റ്റാൻലി നേരെ അലീനയുടെ റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ അലീന ഇവിടെ അങ്ങനെ ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അലീന എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അലീന അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. അലീന, എന്താ അലീന ഇത്? എന്നെ വഴക്ക് പറയാൻ വേണ്ടിയല്ലേ വന്നത്? അപ്പം അലീനയ്ക്ക് മനസ്സിലായി ഞാൻ വഴക്ക് പറയാൻ വേണ്ടിയാണ് വന്നത് എന്ന് അല്ലേ? പിന്നെ എന്തിനാ അലീന ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? അലീന എന്തിനാണ് അടുക്കളയിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്താ അടുക്കളയിലേക്ക് പോകാൻ പാടില്ലേ? അതുകൊണ്ടാണല്ലോ പൗലോസ് ഏട്ടനെ എനിക്ക് വഴക്ക് പറയാനായിട്ട് പറ്റിയത്. പൗലോസിനെ നീ വഴക്ക് പറഞ്ഞെന്നോ അലീന? എന്തൊക്കെയാ അലീന ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അവിടെ ചില തിരിമറിവുകളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വഴക്ക് പറഞ്ഞത് അലീന. പൗലോസ് ഇവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആളാണ്. ആ ആളിനെ എന്തിനാണ് അലീന വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അലീനയ്ക്ക് അടുക്കളയിൽ പോകേണ്ട യാതൊരു കാര്യമില്ലല്ലോ. അതെന്താ പപ്പ? ഞാൻ അടുക്കളയിൽ പോയാൽ എന്താണ് പപ്പ പ്രശ്നം? ഇവിടെ ഇന്ന റൂമിൽ കയറരുത്, ഇന്ന സ്ഥലത്ത് പോകരുതെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ പപ്പ. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറിയെന്ന് വിചാരിച്ച് എന്താണിപ്പോൾ സംഭവിക്കാനായിട്ട് പോകുന്നത്? അതിനിപ്പോൾ എന്താണ് കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കുട്ടിച്ചായം വരിക. കുട്ടിച്ചായം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇവിടെ പ്രശ്നം? അപ്പച്ച, അലീനയെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കണം. എന്തിനാണ് അടുക്കള ഭരണം ചെയ്യുന്നത്? അടുക്കളയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, വല്യപ്പച്ച, ഞാൻ അടുക്കളയിൽ പോയത് ചില കാര്യങ്ങൾ കണ്ടിട്ട് തന്നെയാണ്. അവരൊക്കെ എന്താ ചെയ്യണമെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നമ്മുടെ അലീനയോട് ചാലി പറയാണ്, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അതൊന്നും തിരക്കേണ്ട ആവശ്യമില്ല അലീന, അതൊക്കെ തിരക്കേണ്ട കാര്യമേ ഇല്ല. എന്നിട്ട് നീ എന്തിനാ അടുക്കളയിലേക്ക് പോകുന്നത്? അതൊന്നും നിന്റെ ജോലിയല്ല അലീന. നീ നിൻ്റെതായ ജോലികൾ ഇവിടെ നോക്കി ഇവിടെ നിന്നാൽ മതി. ഇതൊക്കെ വളരെ മോശമായ കാര്യമാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ എന്ത് മോശമായ കാര്യം ചെയ്തെന്നാണ് പപ്പ പറയുന്നത്? അവർ ചെയ്തതൊക്കെ ശരി, ഞാൻ ചെയ്തതാണോ തെറ്റ്? പപ്പ അവർ പറയുന്നത് മാത്രം സുവിശേഷം കേട്ടിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നുണ്ടോ പപ്പ? അപ്പോൾ നമ്മുടെ വല്യപ്പച്ചനോട് ചോദിക്കാനല്ലേ വല്യപ്പച്ച, ഞാൻ പറഞ്ഞ ശരിയല്ലേ വല്യപ്പച്ച എന്ന് ചോദിക്കുമ്പോൾ, സ്റ്റാൻലി, അതെ, അലീന മോള് പറഞ്ഞത് ശരി തന്നെയാണ്, അതൊക്കെ നീ ഒന്ന് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് അപ്പച്ച. ഇങ്ങനെയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ നീ ഈ വീട്ടിൽ എങ്ങനെ നിന്ന് പോകും അലീന എന്ന് ചോദിക്കുമ്പോൾ, ഓഹോ ശരി, ഞാൻ പേക്ക് ചെയ്തോട്ടെ, എന്നെ കുളത്തൂർപ്പുഴ സ്റ്റാൻഡ് വരെയും കൊണ്ട് വിട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട, വല്യപ്പച്ചൻ ഇവിടെ നിന്ന് പോകില്ലേ, ആ സമയത്ത് എന്നെ സ്റ്റാൻഡിൽ ഇറക്കിക്കോളും, ഞാൻ പൊയ്ക്കോളാന്നേ, ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോളാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻലിക്ക് സങ്കടം തോന്നി. സ്റ്റാൻലി അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അപ്പോൾ വല്യപ്പച്ചനാണെങ്കിലും, മോളെ, അതെ ഞാൻ പറഞ്ഞല്ലേ,
അവരുടെ കാര്യത്തിലൊന്നും കയറി ഇടപെടാനായിട്ട് പോകണ്ടെന്ന്. എന്നാലും ദേ ഈ പപ്പ എന്തൊക്കെയാ പറയുന്നത്? ആ പൗലോസ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് എൻ്റെ മുന്നിൽ വന്ന് ചോദ്യം ചെയ്യുന്നു. ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ലല്ലോ. ഞാൻ പറയുന്നതും കൂടി കേട്ടാൽ മാത്രമല്ലേ എന്താണ് അവിടെ നടന്നത്, ഏതാ നടന്നതെന്നൊക്കെ മനസ്സിലാകുള്ളൂ. അത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. പിന്നെ അതിനു മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? മോള് പറഞ്ഞ സത്യം തന്നെ. അങ്ങനെ നമ്മുടെ ഈ അലീനയാണെങ്കിൽ വഴക്കിട്ടിട്ട് ദേ കട്ടിലിൽ പോയി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും വല്യപ്പച്ചനാണെങ്കിൽ ഷേടാ ഇത് എന്തൊരു അവസ്ഥയാണിത്, എനിക്ക് ഏത് സമയത്താണാവോ ഇങ്ങോട്ട് വരാനായിട്ട് തോന്നിയത്, ഇപ്പം രണ്ടുപേരുടെ നടുവിൽ കിടന്ന് ഞാനാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വല്യപ്പച്ചൻ തല ഇങ്ങനെ കിടന്ന് ചൊറിയാണ്. അങ്ങനെ ചൊറിഞ്ഞ് സംസാരം. അലീനയ്ക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ചിരിയൊക്കെ വന്നു. അങ്ങനെ നമ്മുടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി നേരെ ജീപ്പ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എടാ നീ എങ്ങോട്ട് പോകുന്നടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എസ്റ്റേറ്റ് വരെ ഒന്ന് പോവാണ് അപ്പച്ച, അവിടേക്ക് ഒന്ന് ചില കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനുണ്ട്. അലീനയോട് വേണമെങ്കിൽ വരാൻ പറ, അവളെ ഒന്ന് കാണിക്കാമല്ലോ, ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വരാം. എങ്കിൽ പിന്നെ ഞാൻ അലീനയോട് ചോദിച്ചിട്ട് വരാടാ. പോയി ചോദിച്ചിട്ട് വാവേ അപ്പച്ച. അങ്ങനെ അലീനയെ ചോദിക്കാൻ പോയ ആൾ കുറേ നേരം കഴിഞ്ഞിട്ടും വരുന്നില്ല. സ്റ്റാൻലിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് രക്ഷയില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോഴേക്കും അപ്പച്ചൻ വരികയാണ്. എന്താ അപ്പച്ച, അവള് വന്നില്ലേ? ഇല്ല, അവള് വന്നില്ല, അവള് പിണക്കത്തിലോ? ഞാൻ പറഞ്ഞല്ലേ അപ്പൊ തന്നെ അവളെ വിളിക്കണ്ടായെന്ന്. അവള് പിണക്കത്തില്ല നിന്നോട്. എങ്കിൽ പിന്നെ അപ്പച്ചൻ കയറ്, നമുക്ക് പോയിട്ട് വരാം. ഞാനും വരുന്നില്ല, ഏതായാലും ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, നീ പോയിട്ട് വാ. എൻ്റെ അപ്പച്ചനെ സമ്മതിച്ചോ അപ്പച്ച എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാൻലി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുക്കള പുരാണം. അതായത് വേറൊരു ജോലിക്കാരൻ മാർക്കറ്റിൽ പോയി വലിയൊരു മീൻ മേടിച്ചുകൊണ്ട് വരികയാണ്. മീൻ മേടിച്ചുകൊണ്ട് നീ അടുക്കളയിലേക്ക് കയറിയപ്പോൾ പൗലോസേട്ടാ ദേ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മീനിനൊക്കെ എന്താ വില, പൊന്നിൻ്റെ വിലയാ മീനിനൊക്കെ. ഭയങ്കര തിരക്കും. എൻ്റെ പൗലോസേട്ടാ, എടാ എന്തു മീനാടാ മേടിച്ചത്? കഴിഞ്ഞ ദിവസം മേടിച്ച മീൻ തന്നെയാണ്, 3-4 കിലോ ഉണ്ട് പൗലോസേട്ടാ, ഇതങ്ങോട്ട് വെച്ചേക്കട്ടെ. എടാ ഫ്രഷ് ആണോടാ? ഫ്രഷൊക്കെ തന്നെയാണ് പൗലോസേട്ടാ. അപ്പോഴേക്കും ജോലിക്കാരി വരിക. അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ ഇവിടെ ഉണ്ടായിരുന്നു, നീ പോയില്ലായിരുന്നോ? ഇല്ല, ഞാൻ പോയില്ലായിരുന്നു. എങ്കിലേ നീ ആ മീനൊന്ന് വെട്ടിയേ എന്നിങ്ങനെ പൗലോസേട്ടൻ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു ജോലിക്കാരനാണെങ്കിൽ പൗലോസേട്ടാ മീൻ വെട്ടാൻ വരട്ടെ, ഇപ്പം വരും അലീനയുടെ മുന്നിൽ കാണിക്കാം നമുക്ക് മീൻ വെട്ടണ എങ്ങനെയാണെന്ന്. ഇന്നേ അധികം തലയും അധികം വാലും അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് കാണിച്ചു കൊടുക്കണം പൗലോസേട്ടാ. അപ്പോഴേ അവളുടെ രക്തമൊന്ന് അങ്ങോട്ട് തിളയ്ക്കുമ്പോഴേ അവൾക്ക് ശരിക്കും അങ്ങോട്ട് കുരുപൊട്ടിക്കോളും. അത് നീ പറഞ്ഞ സത്യം തന്നെയാടാ, അവള് വരട്ടെ. അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അലീന വരിക. അലീന വന്ന് ഞാൻ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ജോലിക്കാരൻ പറയാണ്, പൗലോസേട്ടാ അതേ മീൻ വെട്ടാനുള്ള സമയമായി പൗലോസേട്ടാ. മീൻ വെട്ടുമ്പോഴേ തൂക്കം കുറയല്ലേ, തൂക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ കണക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും എന്നിങ്ങനെ പറയുമ്പോൾ അലീന തലയും കുലുക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.